Hi friend, I am Siddhan. I am from NIT Trichy. I am currently studying in CSC second year, BTech CSC second year, NIT Trichy. Uh, my ഞാനിവിടെ ഇന്ന് സെറ്റ് എന്നൊരു ചാപ്റ്റർ ആണ്. +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ ആണ്. എന്താണ് സെറ്റ്? ഈ ചാപ്റ്ററിലൂടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് സെറ്റ്, സെറ്റ് എന്തുകൊണ്ടാണ് സെറ്റ് ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആകുന്നത്, ഈ ചാപ്റ്ററിൽ സെറ്റും അത് മാത്തമാറ്റിക്സിൽ എന്താണ് സെറ്റിന്റെ ഇമ്പോർട്ടൻസും എന്നൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു കൊട്ടയുണ്ട്. ആ കൊട്ടയിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ലിസ്റ്റാക്കി ഇപ്പൊ ഒരു മാർക്കറ്റിൽ പോകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. ഇതുപോലെ മാത്തമാറ്റിക്സിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ സംതിങ് ആൾജിബ്ര ഇതൊക്കെ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സിസ്റ്റമാണ് സെറ്റ്. അതായത് ഇവിടെ നമുക്ക് കാണാം സെറ്റ് ആൻഡ് റെപ്രസെന്റേഷൻ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ 10 വരെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 1, 3, 5, 7, 9 ഇങ്ങനെ ആ ലിസ്റ്റിലുള്ളത് ഈ 5 ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. ഓക്കെ, അതുപോലെ പിന്നെ എന്താണ് സെറ്റ് എന്നത് പറയുന്നതിന് മുമ്പ് കുറച്ച് ടെക്നിക്കൽ ടേംസ് നമുക്കറിയണം. എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. Z എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്. Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Z+ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റീജേഴ്സ്. Q+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. R+ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ഈ സിമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾറെഡി ഇത് പഠിച്ചതാണ്, എങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ ചാപ്റ്ററിൽ ഈ ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് എന്താണ് സെറ്റ് എന്ന് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ പഠിക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പർ ആരെടുത്ത് ചോദിച്ചാലും ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പർ സെയിം ആണ്. അതായത് 1, 2, 3, 5, 7, 9, 11, 13, 15, 17, 19 ഇതാണ്. പക്ഷെ ഫോർ എക്സാമ്പിൾ നമ്മളോട് ആദ്യ ബെസ്റ്റ് 10 ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആരൊക്കെയാണ്, അല്ലെ ബെസ്റ്റ് 5 ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് വെൽ ഡിഫൈൻഡ് അല്ല. കാരണം എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ സച്ചിൻ, വിരാട് കോഹ്ലി, കപിൽ ദേവ്, ധോണി, ഗംഭീർ എന്നൊക്കെ ആയിരിക്കും. വേറെ ഒരാളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ റിക്കി പോണ്ടിങ്, വിവിയൻ റിച്ചാർഡ്സ്, അങ്ങനെ അത് വെൽ ഡിഫൈൻഡ് അല്ല. ഓരോരുത്തർക്കും ഓരോരോ പേരുകളായിരിക്കും ഉണ്ടാവുക. കാരണം അവര് അതിൽ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്രിറ്റീരിയ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് സെറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട് ആണ്. റെസ്റ്റ് സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റർ ഓർ ടേബുലർ ഫോം ഓർ സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എല്ലാം
എല്ലാ എലമെന്റ്സും ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻ റോസ്റ്റർ ഫോം എല്ലാ എലമെന്റ്സിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിൽ ഉള്ളത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഇങ്ങനെ ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. ഇതിങ്ങനെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തു. ഇതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. എന്നാൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് അത് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ ചെയ്യുന്നത് സെറ്റ് എഫ് സെറ്റ് ദാറ്റ് എഫ് greater than or equal to 1, less than or equal to 10, such that x belongs to natural number. ഇങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are set to justify your answer? Collection of all months of a year beginning with the letter J. അത് ഒരു തെറ്റാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊരു തെറ്റാണ്. കാരണം അത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ഒരു വർഷത്തിലെ 12 മാസങ്ങൾ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആണ്. അതിൽ ജനുവരി എന്ന് പറയുന്ന മാസം ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫെബ്രുവരി അല്ല, മാർച്ച് അല്ല, ഏപ്രിൽ അല്ല, മെയ് അല്ല, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ ഈ 12 മാസങ്ങളിൽ ജയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആകെ ജനുവരി മാത്രം ആണ്. സോ ഈ സെറ്റ് വെൽ ഡിഫൈൻഡ് ആണ്. ആരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം, ഇത് മാത്രമാണ് ഉത്തരം. അതുകൊണ്ട് ഇത് വെൽ ഡിഫൈൻഡ് ആണ്. സോ ഇതൊരു സെറ്റാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അത് ഒരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ല. കാരണം എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഞാൻ കാണുന്ന ക്രിറ്റീരിയ വേറെ ആയിരിക്കാം. കാരണം ഞാൻ ഒരു ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്റെ ഫേവറേറ്റ് റൈറ്റേഴ്സ്, എന്റെ ബെസ്റ്റ്, എന്റെ കണ്ണിലൂടെ ഞാൻ മോസ്റ്റ് ടാലന്റഡ് ആയി കാണുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ക്രൈം ത്രില്ലർ ഓറിയന്റഡ് ആയിട്ട് എഴുതുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ടാലന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. മറിച്ച് ഒരു കവിത ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മിക്കവാറും കവികളെയോ അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ ടാലന്റഡ് റൈറ്റേഴ്സ്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ടാലന്റഡ് റൈറ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ക്രിറ്റീരിയകൾ വേറെ വേറെയാണ്. അതുകൊണ്ട് അത് ഒരു വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അത് തെറ്റല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് വേൾഡ്. ഇതും സിമിലർ ടു ഇതും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. അവിടെയും ഓരോരുത്തർക്കും അവരുടെ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ തീരുമാനിക്കുന്നതിൽ അവരുടേതായ ക്രിറ്റീരിയസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേരി ചെയ്യും. ഓക്കെ, 4 നോട്ട് സെറ്റ്. നമുക്ക് ഇനി ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത്
ലെറ്റർ ജെ. ഇത് തെറ്റാണോ അല്ല എന്നതാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും തെറ്റാണ്. അത് വെൽ ഡിഫൈൻഡ് ആണ്. ആ സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നത് ജനുവരി ആണ്. കാരണം ജനുവരി മാത്രമാണ് നമുക്കറിയാം, ജനുവരി മാത്രമാണ് എന്താ ജെ എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു മന്ത് ജനുവരി ആണ്. അത് വെൽ ഡിഫൈൻഡ് ആണ്. സോ അത് എന്താ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, അതിന്റെ കളക്ഷൻ. അതൊരിക്കലും വെൽ ഡിഫൈൻഡ് തെറ്റല്ല. കാരണം എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ്, ഇഫ് ഞാൻ ക്രൈം ത്രില്ലേഴ്സ് ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഫീൽഡിൽ ഉള്ളവരായിരിക്കും. മറിച്ച് വേറെ ഒരാൾക്ക് കവിത ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവരെ സംബന്ധിച്ച് മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും കവികളോ അല്ലെങ്കിൽ കവിയത്രികളോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരും വേരി ചെയ്യും. മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് അത് അവർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരായിരിക്കും. ഒരു ONV കുറിപ്പ് മഹാനായ കവിയാണ്. അത് എന്നെ സംബന്ധിച്ച് ഒരു നല്ല ടാലന്റഡ് റൈറ്റർ ആണ്. അത് വേറെ ഒരാളെ സംബന്ധിച്ച് ടാലന്റഡ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ അത് ക്രിറ്റീരിയ മാറുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് നോട്ട് സെറ്റ്. മൂന്നാമത്തത് ടീം ഓഫ് ഫിലിം ഞാനിപ്പോൾ ഗൗതം ഗംഭീറിനെ എടുത്തിട്ട് ഈ ടീമില് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ ടീമിൽ ഇട്ടേക്കാം. എന്നാൽ വേറെ ഒരാള് അയാളുടെ ടീമിൽ ഗൗതം ഗംഭീർ ഉണ്ടാവണമെന്നില്ല. അയാളുടെ ടീമിൽ ചിലപ്പോൾ ഗൗതം ഗംഭീറിന് പകരം ചിലപ്പോൾ കൈഫ് അല്ലെങ്കിൽ വീരേന്ദ്ര സെവാഗ് അതുപോലെയുള്ള അദ്ദേഹം നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതായിരിക്കും അവരുടെ ടീമിലുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. സോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ക്രിറ്റീരിയ ആണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു പ്രോപ്പർ സെറ്റ് അല്ല. പിന്നുള്ളത് നാലാമത്തത് കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. അത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ സെറ്റ്. കാരണം ഒരു ബോയിന്റെ പേരെടുക്കുന്നു, ആ ബോയ് നിങ്ങളുടെ ക്ലാസ്സിലാണോ അല്ല എന്നത് നമുക്ക് വെൽ ഡിഫൈൻ ആയിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ ഉള്ള ബോയ്സിന്റെ എല്ലാവരുടെയും പേര് എനിക്കറിയാം. അത് നിങ്ങൾ എന്റെ ക്ലാസ്സിലല്ലാത്ത ഒരു ബോയിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും അതെന്റെ ക്ലാസ്സിലല്ല. അതല്ല ഒരു പേര് പറഞ്ഞാൽ അത് എന്റെ ക്ലാസ്സിലുള്ള ഒരു ബോയിന്റെ പേരാണ് പറയുന്നതെങ്കിൽ അത് എന്റെ ക്ലാസ്സിലുള്ളതാണ്. കാരണം ഒരു ക്ലാസ്സില് ബോയ്സ് അത് വെൽ ഡിഫൈൻഡ് ആണ്. സോ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ ഒരു ക്ലാസ് ഇസ് സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. ദാറ്റ് ഈസ് ആൾസോ എ വെൽ ഡിഫൈൻഡ് സെറ്റ്. കാരണം അത് ആ സെറ്റിൽ 1, 2, 3 ഇങ്ങനെ 100 വരെയുള്ള എലമെന്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതും വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് സെറ്റ് ആണ്. കളക്ഷൻ ഓഫ് ഓൾ നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ കഥകൾ, നോവൽസ്, അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നതും ഡെഫിനറ്റ്ലി ഒരു തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹം എഴുതിയ കഥകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സാധനമാണ്. ഒരു ബുക്കിന്റെ പേര് പറഞ്ഞാൽ ആ ബുക്ക് ഇദ്ദേഹത്തിന്റെ ആണോ അല്ല എന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. പിന്നുള്ളത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ്. അതും വെൽ ഡിഫൈൻഡ് സെറ്റ് ആണ്. കാരണം ആ സെറ്റിൽ ഉള്ളത് -2, 0, 2, 4 ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ, ഫോർ എക്സാമ്പിൾ 1 എന്ന നമ്പർ ഈ സെറ്റിലുണ്ടോ? അല്ല, 1 ഡസ് നോട്ട് ബിലോങ് ടു സെറ്റ്. 100 ബിലോങ് ടു സെറ്റ്. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. സോ നമുക്ക് വെൽ ഡിഫൈൻഡ് ഇത് നമുക്ക്
നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഈ സെറ്റിലാണോ അല്ലേ എന്നത്. സോ അതൊരു തെറ്റാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ. അതും ഒരു തെറ്റാണ്. കാരണം ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെൽ ഡിഫൈൻഡ് ആണ്. ഒമ്പതാമത്തെ ഇത്, കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ്. അത് ഇറ്റ് ഈസ് നോട്ട് എ തെറ്റ്. കാരണം ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് കൺസെപ്റ്റ് വേറെ ആയിരിക്കും. ഫോർ മീ എന്നെ സംബന്ധിച്ച് ചിലപ്പോ അത് പാമ്പായിരിക്കാം, ചിലരെ സംബന്ധിച്ച് അത് കൊതുകായിരിക്കാം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് കൊതുക് കാരണമാണ്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് കൊതുകായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് കൺസെപ്റ്റ് വേറെ വേറെ ആയിരിക്കും. സോ അത് വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അതൊരു തെറ്റല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റ് തന്നിട്ടുണ്ട്. എ എന്നൊരു തെറ്റ് തന്നിട്ടുണ്ട്. അതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എലമെന്റ്സ് ആണ്. നമ്മളോട് ബിലോങ് ടു ഓർ നോട്ട് ബിലോങ് ടു സിമ്പല് ചേർക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 എന്ന എലമെന്റ് ഇവിടെ ഉണ്ട്. അത് 5 എയിലെ ഒരു എലമെന്റ് ആണ്. സോ 5 ബിലോങ്സ് ടു എ. രണ്ടാമത്തത് എന്ന് പറയുന്നത് 8 എന്ന എലമെന്റ് ഇതിൽ ഇല്ല, ഈ സെറ്റിലില്ല, എ എന്ന സെറ്റിലില്ല. അതുകൊണ്ട് 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. മൂന്നാമത്തത് 0 എന്ന എലമെന്റും ഈ സെറ്റിൽ ഇല്ല. അതുകൊണ്ട് 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. 4 എന്ന എലമെന്റ് ഈ സെറ്റിലുണ്ട്. അതുകൊണ്ട് 4 ബിലോങ്സ് ടു എ. 5 2 എ. 2 എന്ന എലമെന്റും ഈ സെറ്റിലുണ്ട്. അതുകൊണ്ട് 2 ബിലോങ്സ് ടു എ. 6 10 എന്ന എലമെന്റ് ഈ സെറ്റിലില്ല. അതുകൊണ്ട് 10 ബിലോങ്സ് ടു എ. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നത് ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോം ഓർ ടേബുലർ ഫോം. ഓക്കെ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എലമെന്റ്സിനെയും ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഈ ക്വസ്റ്റ്യനിൽ തന്നത് ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ്. അതിനെ റോസ്റ്റർ ഫോമിലേക്കാണ് നമ്മൾ മാറ്റി എഴുതാൻ പോകുന്നത്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്ത് എഴുതും. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ലെസ് ദാൻ 7. സോ -3 ഇതിൽ എയിൽ ഉള്ള എലമെന്റ് ആണ്, കാരണം ഈക്വൽ ആണ്. സോ -3 then -2 -1 0. ഇൻറ്റീജേഴ്സ് ആണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, 1 2 3 4 5 6 7. ഇവിടെ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 ആണ്, നോട്ട് ഈക്വൽ എന്ന ഇതില്ല. അതുകൊണ്ട് 7 ഇതിലെ എലമെന്റ് അല്ല. സോ എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. -3 to 6 വരെയുള്ള ഇൻറ്റീജേഴ്സ് ആണ്. ഇതാണ് നമ്മൾ ഇതിനെ ടേബിൾ ചെയ്ത്. സോ ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ബി എന്ന സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം. എക്സ് ലെസ് ദാൻ നാച്ചുറൽ നമ്പർ. അപ്പോൾ 6നേക്കാൾ ചെറുതായ നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5. ലെസ് ദാൻ എന്നാണ്. സോ 5 വരെയുള്ള നമ്പേഴ്സിനെയാണ് ഇവിടെ എഴുതേണ്ടത്.
ഓക്കെ, ഇതാണ് റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. മൂന്നാമത്തത് സി എക്സ് 2-digit natural numbers is the sum of. ഓക്കെ, അപ്പൊ നമുക്ക് 2-digit നാച്ചുറൽ നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം. അതിലെ ഡിജിറ്റ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 8 ആയിരിക്കണം. അപ്പോ നമുക്ക് അത് ലിസ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ അത് സോൾവ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 2-digit ആദ്യം 1-ൽ തുടങ്ങുന്ന 2-digit മാർക്ക് ചെയ്യുന്നു. 1+1 8 കിട്ടാൻ, ടോട്ടൽ സമ്മ് 8 കിട്ടാൻ ഏത് നമ്പർ കൂടെ വരണം? 1+7 ആണ് 8. സോ 17 ഈ സെറ്റിലുള്ള ഒരു എലമെന്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2നോട് ഏത് എലമെന്റ് കൂട്ടിയാലാണ്? 2+6 ആണ് 8. സോ 26 ആണ് അടുത്ത എലമെന്റ്. അടുത്തത് എന്ന് പറയുന്നത് 3. 3+5 ആണ് 8. സോ 35 ഇതിലെ ഒരു എലമെന്റ് ആണ്. അടുത്തത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ 44, then 53, then 62, 71. സോ നമുക്ക് ഈ സി എന്ന സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഓക്കെ, നാലാമത്തത് X is prime number which is divisor of 60. അപ്പൊ 60ന്റെ ഡിവൈസർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 10, 12, 15, 20, 30, 60. ഇതാണ് 50ന്റെ ഡിവൈസർ. ഈ 50ന്റെ ഡിവൈസറിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്, പിന്നെ വേറൊന്നും പ്രൈം നമ്പർ അല്ല. സോ ഡി എന്ന് പറയുന്ന സെറ്റ് ഏതൊക്കെയാണ്? 2, 3, 5. അപ്പൊ ഇതിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. അതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 2, 3, 5 ആണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇ എന്ന സെറ്റ് ഓഫ് ഓൾ വേർഡ്സ് ഇൻ ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയിലെ എല്ലാ ലെറ്റേഴ്സിനെയും എഴുതണം. ഫസ്റ്റ് നമ്മൾ ട്രിഗണോമെട്രി ടി എഴുതി, പിന്നെ ആർ എഴുതി, പിന്നെ ഐ എഴുതി, പിന്നെ ജി എഴുതി, പിന്നെ ഒ എഴുതി, പിന്നെ എൻ എഴുതി, പിന്നെ ഒ എന്ന എലമെന്റ് ഓൾറെഡി ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ നോ നീഡ് ഓഫ് നോ റിപ്പീറ്റേഷൻ. സെറ്റിൽ നമ്മൾ ഒരിക്കലും എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല. അതുകൊണ്ട് ഒ എന്ന എലമെന്റ് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എം, പിന്നെ ഇ, പിന്നെ ടി ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ആറും ഓൾറെഡി ഇവിടെ ഉണ്ട്, അതും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. സോ വൈ. സോ ഇതാണ് നമ്മൾ ട്രിഗണോമെട്രിയിലെ എല്ലാ ലെറ്റേഴ്സിനും റോസ്റ്റർ ഫോമിൽ എഴുതി വെച്ചാൽ ഇങ്ങനെയാണ് കിട്ടുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, എഫ് എന്നത് വിച്ചുള്ള എല്ലാ എലമെന്റ്സിനെയും എഴുതണം. വിച്ചുള്ള എല്ലാ ലെറ്റേഴ്സിനെയും എഴുതണം. നമ്മൾ ബി എഴുതുന്നു, ഐ എഴുതുന്നു, ടി എഴുതുന്നു. അഗൈൻ ടി ആണ്, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇറ്റ് ഈസ് ബെറ്റർ.
ബി എഴുതുന്നു, ഇ എഴുതുന്നു, ടി എഴുതുന്നു, എഗൈൻ ടി വരുന്നു, അത് റിപ്പീറ്റ് ചെയ്തുന്നു, റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല തെറ്റില്, അതുകൊണ്ട് ടി എഴുതുന്നില്ല. എഗൈൻ ഇ ഇവിടെ ഉണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. പിന്നെ 6. ഇതാണ് എഫ് എന്ന സെറ്റിന് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ കിട്ടുക. ഇനി നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റൈറ്റ് ദ ഫോളോയിങ് എലമെന്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നത്, എഴുതി വെക്കുന്നതിനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3, 6, 9, 12. ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ദാറ്റ് എക്സ് such that x is equal to 3n, n belongs to natural number, and n-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് n എന്താ 3 into 1 ആണ് 3. 12 എന്ന് പറയുന്നത് 3 into 4 ആണ് 12. സോ 4 to 1 ആണ്. സോ n greater than or equal to 1, less than or equal to 4. ഇങ്ങനെ നമുക്ക് ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഈ സെറ്റിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സെറ്റ് എന്ന് പറയുന്നത് 2, 4, 8, 16, 32. ഈ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് 2ന്റെ പവർ ആണ്. 2^1 is equal to 2, 2^2 is equal to 2, 2^4, 2^3 is equal to 8, 2^4 is equal to 16, 2^5 is equal to 32. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ 2ന്റെ പവേഴ്സ് ആണ്. സോ ഈ 2ന്റെ പവേഴ്സിനെ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം? അതെന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2n. ഇതിൽ n-ന്റെ റേഞ്ച്, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. n-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇങ്ങനെയാണ് ഈ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ 5, 25, 125, 625. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇതിലും 5ന്റെ പവേഴ്സ് ആണ്. 5^1 is equal to 5, 5^2 is equal to 25, 5^3 is equal to 125, 5^4 is equal to 625. സോ ഈ സെറ്റിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? ഇതിനെ എഴുതുന്നത് എക്സ് such that x is equal to 5^n, such that n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് n-ന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4. n-ന്റെ റേഞ്ച് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കാരണം n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ 2, 4, 6. അങ്ങനെ ഇൻഫിനിറ്റി, ഇതൊരു ഇൻഫിനിറ്റി സെറ്റാണ്. കാരണം ഇങ്ങനെ ഡോട്ട് ഉണ്ട്. ഇതൊരു ഇൻഫിനിറ്റി സെറ്റാണ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത് എന്ന് വെച്ചാൽ x such that x
is an even natural number. ഇതാണ് ഈ ലിസ്റ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. നമ്മൾ എല്ലാ നമ്പേഴ്സിനും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് സിമ്പിൾ ഉപയോഗിച്ച് ഇതിനെ സെറ്റ് റെപ്രസെന്റ് ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 1, 4, 9 up to 100. അപ്പൊ 100 വരെ ഉള്ള എലമെന്റ്സിന് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ്? സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സ് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പൊ സ്ക്വയർ നമ്പേഴ്സ് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ up to 10 സ്ക്വയർ. അപ്പൊ 10 സ്ക്വയർ വരെയുള്ള നമ്പേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും എന്ന് വെച്ചാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആൻഡ് എന്നിന്റെ റേഞ്ച് എന്താണ്? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇങ്ങനെയാണ് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഓൾ ദ എലമെന്റ്സ് ഓഫ്, നമ്മൾ എല്ലാ എലമെന്റ്സിനെയും ലിസ്റ്റ് ചെയ്യണം. ഇത് വളരെ ഈസിയാണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് an odd natural number. അതിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം? A is equal to x odd natural numbers ആണ്. സോ ഇതിനെ 1, 3, 5, 7 അങ്ങനെ ഇതൊരു ഇൻഫിനിറ്റി സെറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡോട്ട് ഇട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, 2 ബി എന്ന് പറയുന്നത് എക്സ് such that x is an integer. അത് -1/2 9/2 ഇടയിൽ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് 1/2 തൊട്ട് മേലെയുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, -1/2 അതിന്റെ തൊട്ട് മേലുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് 0 ആണ്. ദെൻ 1, 2, 9/2 തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് 4 ആണ്. സോ 1, 2, 3, 4. അപ്പൊ നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്താൽ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമിലെ എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് an integer x square എന്ന് പറയുന്നത് എക്സ് is an integer x square less than or equal to 4. ഇതെന്ന് പറയുന്നത് x square less than or equal to 4. ഓക്കെ, അപ്പൊ x is equal to -2 സ്ക്വയർ, -2 സ്ക്വയർ is equal to 4 ആണ്. -2 സ്ക്വയർ is equal to 4 ആണ്. -1 സ്ക്വയർ is equal to 1. 0 സ്ക്വയർ is equal to 0. 1 സ്ക്വയർ is equal to 1. 2 സ്ക്വയർ is equal to 4. സോ എക്സ് എന്ന് പറയുന്നത് -2, -1, 0, 1, 2 ആണ്. സോ ഈ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് -2, -1, 0, 1, 2 ഇവയാണ് ഈ സെറ്റിലെ എലമെന്റ്സ്. ഇത് വളരെ ഈസിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി ലോയല്ലേ എല്ലാ ലെറ്റേഴ്സിനും എഴുതണം. ലോയല്ലേ എല്ലാ ലെറ്റേഴ്സിനും എഴുതണം. അതായത് ഡി എന്ന് പറയുന്നത് L O Y A. L അഗൈൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ
അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എക്സ് 31 ഡേയ്സ് ഇല്ലാത്ത മാസങ്ങൾ ലിസ്റ്റ് ചെയ്യാനാണ്. ജനുവരിക്ക് 31 ഉണ്ട്, ഫെബ്രുവരിക്ക് ഇല്ല, പിന്നെ മാർച്ചിനുണ്ട്, ഏപ്രിലിന് ഇല്ല, പിന്നെ മെയ്ക്ക് ഉണ്ട്, ജൂണിന് ഇല്ല, പിന്നെ ജൂലൈക്കുണ്ട്, പിന്നെ ഓഗസ്റ്റിനുണ്ട്, സെപ്റ്റംബറിന് ഇല്ല, സെപ്റ്റംബറിന് 31 ഡേയ്സ് ഇല്ല, പിന്നെ ഒക്ടോബറിനുണ്ട്, നവംബറിന് ഇല്ല. സോ ഇതൊക്കെയാണ് ആ ലിസ്റ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തത് എന്ന് പറയുന്നത് എഫ് എ കോൺസണന്റ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് വിച്ച് received കെ. അപ്പൊ കെ എന്ന എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ. ഇതിലെ കോൺസണൻസ് എന്ന് പറയുന്നത് ബി സി ഡി എഫ് ജി എച്ച് ജെ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കോൺസണന്റ് എന്ന് പറയുന്നത്, അതായത് എ ഇ ഐ ഇവ വവൽസ് ആണ്. എ ഇ ഐ വവൽസ് ആണ്. അതല്ലാത്തതിനെയാണ് നമ്മൾ കോൺസണന്റ് എന്ന് പറയുന്നത്. സോ കെ എന്ന ലെറ്ററിന് മുമ്പുള്ള കോൺസണന്റ് എന്ന് പറയുന്നത് ബി സി ഡി എഫ് ജി എച്ച് ജെ. ഇതും വളരെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് മാച്ച് ദ ഫോളോയിങ് ആണ്. 1 2 3 4 5 6 1 2 3 4 1 2 3 6 ഇതെന്താണ്? 6ന്റെ ഡിവൈസർ ആണ്. സോ 6ന്റെ ഡിവൈസർ ആയതുകൊണ്ട് ഇത് മാച്ച് ചെയ്യുന്നത് എയും ആയിട്ടാണ്. എ അല്ല ടിയുമായിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 3 എന്ന് പറയുന്നത് പ്രൈം ഡിവൈസസ് ഓഫ് 6. പ്രൈം ഡിവൈസസ് ഓഫ് 6ന്റെ പ്രൈം ഡിവൈസസ് ആണ്. സോ അത് മാച്ച് ചെയ്യുന്നത് എയും ആയിട്ടാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് MATH, അത് മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഡി ആയിട്ട് മാച്ച് ചെയ്യുന്നു. നാലാമത്തത് എന്ന് പറയുന്നത് 1 3 5 7 9. അത് എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. സോ അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോറി, ക്വസ്റ്റ്യൻ സെക്ഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് അധികം കാര്യങ്ങളിലേക്ക് പോകാം. എം ടി സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ്, അതില് ഒരു എലമെന്റും ഇല്ലാത്തതിനെയാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. എം ടി സെറ്റിന് നമുക്ക് വേറെ പേരുകളുണ്ട്. ഒന്ന് വേർഡ് സെറ്റ് എന്നോ, അല്ലെങ്കിൽ എം ടി സെറ്റ് ആൾസോ കോൾഡ് ആസ് വോയിഡ് സെറ്റ്, ആൾസോ കോൾഡ് ആസ് നള്ള് സെറ്റ് എന്നും അറിയപ്പെടുന്നു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ നമ്പർ ഓഫ് എലമെന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. നമ്പർ ഓഫ് എലമെന്റ് 0 ആണ്. കുറച്ച് എക്സാമ്പിൾസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ എ എന്ന് പറയുന്നത് x ഗ്രേറ്റർ ദാൻ 1, x ഗ്രേറ്റർ ദാൻ 2. x ഒരു നാച്ചുറൽ നമ്പർ ആണ്. 1ന്റെയും 2ന്റെയും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല.
അതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റ് ഒരു നൾ സെറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബി x² - 2 = 0. x such that x² - 2 = 0. അതായത് x² = 2, x = √2 or -√2. ഇവ നോട്ട് റാഷണൽ നമ്പേഴ്സ്. ഇത് റാഷണൽ നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് ഇവ എന്തല്ല, അതുകൊണ്ട് ഇത് റാഷണൽ നമ്പർ അല്ല. അതുകൊണ്ട് ആ സെറ്റ് എന്ന് പറയുന്നത് ബി എന്ന സെറ്റ് എന്താണ്, എംപ്റ്റി ആണ്. ഓക്കെ, അതുപോലെ സി എന്ന് പറയുന്ന എക്സ് ഈസ് എൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. അതും ഒരു എംപ്റ്റി സെറ്റ് ആണ്. കാരണം ഈ 2നേക്കാൾ വലിയൊരു ഈവൻ പ്രൈം നമ്പർ ഇല്ല. പിന്നെ ഡി x² = 4, x = 4. x² = 4, x² = 4. അപ്പൊ x = -2 or x = 2. ഇതൊരിക്കലും നോട്ട് ഓഡ്, ബോത്ത് ആർ ഈവൻ. രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ആ സെറ്റും ഡി എന്ന് പറയുന്ന സെറ്റ് എംപ്റ്റി സെറ്റ് ആണ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. എ എന്ന് പറയുന്നത് 1 2 3 4 5. ഇത് 5. ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. 5 എലമെന്റേ ഉള്ളൂ. സോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്. സോ അതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. പക്ഷേ ബി such that x such that x odd natural number. ഇതെന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. കാരണം ബി എന്ന് പറയുന്നത് 1 3 5 അങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ടാകും. സോ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇനി നമുക്ക് പിന്നുള്ളത് ഇതിൽ കുറച്ച് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. സെറ്റ് which is empty or consist of definite number of elements is called finite, otherwise called infinite. Consider some example